ഇടുക്കി മെഡിക്കൽ കോളേജിൽ പഠനത്തിനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങളില്ല എന്ന പേരിലാണ് സമരങ്ങൾ അധികവും നടന്നിട്ടുള്ളത്. എന്നാൽ വിദ്യാർത്ഥികളുടെ സമ്മർദ്ദത്തിനൊടുവിൽ ഇടുക്കി മെഡിക്കൽ കോളേജിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുങ്ങുകയാണ്. ലാബ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് ഒരുങ്ങുന്നത്. അതേസമയം ലാബ് ക്രമീകരിച്ചിരിക്കുന്ന പലയിടങ്ങളിലും വെള്ളം ഇറങ്ങുന്ന അവസ്ഥയാണ്. മെഡിക്കൽ ലാബുകൾ, ലെക്ചർ ഹാൾ, പെൺകുട്ടികളുടെ ഹോസ്റ്റൽ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കഴിഞ്ഞ മെയ് മാസം ഇടുക്കി മെഡിക്കൽ കോളേജിലെ 2ാം വർഷ MBBS വിദ്യാർത്ഥികൾ രാപ്പകൽ സമരം നടത്തിയത്. ലാബുകളുടെ അഭാവം കുട്ടികളുടെ പഠനത്തെ പ്രതികൂലമായി ബാധിച്ചു. 50 പേർക്കുള്ള ലെക്ചർ ഹാളിൽ തിങ്ങിയിരുന്നായിരുന്നു 100ഓളം കുട്ടികൾ പഠിച്ചിരുന്നത്. നേഴ്സിംഗ് ക്ലാസുകൾ കൂടി തുടങ്ങിയതോടെ സ്ഥല സൗകര്യം വീണ്ടും കുറഞ്ഞു. ഇതോടെയാണ് പ്രതിഷേധം കനത്തത്. ഇതിനു പിന്നാലെ വിദ്യാർത്ഥികൾക്ക് നൽകിയ വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കുറവുകൾ നികത്താൻ അധികൃതർ നിർബന്ധിതരായതും. വിദ്യാർത്ഥികളുടെ സമരങ്ങൾ പ്രകാരം അവർക്ക് ആവശ്യമായിരുന്ന കാര്യങ്ങൾ, ഒന്ന് അവരുടെ പഠനത്തിന് ആവശ്യമുള്ള അക്കാദമിക് ലാബുകൾ, അത് നമ്മുടെ 100% ഭംഗിയോടും വൃത്തിയോടും കൂടെ കേരളത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ അക്കാദമിക് ലാബുകൾ പണിത് കഴിഞ്ഞു. രണ്ടാമത്തെ അവരുടെ ആവശ്യം അവർക്ക് താമസ സൗകര്യമായിരുന്നു. അതേസമയം 23-ന് ആരോഗ്യമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായുള്ള മിനുക്കുപണികൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ലാബുകൾ നിർമ്മിച്ച മുറിക്കുള്ളിൽ സീലിംഗ് ഉൾപ്പെടെ തകർന്നു വീഴാറായ അവസ്ഥയിലാണെന്നും ആരോപണമുണ്ട്. എന്നാൽ ഘട്ടം ഘട്ടമായി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കും വിധമാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. ജനം, ഇടുക്കി.